മുക്കത്ത് കഴിഞ്ഞ ദിവസം വാഹനങ്ങൾ ഇടിച്ചതിനെ തുടർന്ന് വാക്കുതർക്കമുണ്ടാകുകയും കാറിടിപ്പിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ നടപടി. വധശ്രമം, കൂട്ടം ചേർന്ന് മർദ്ദിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം മുക്കം പോലീസ് കേസെടുത്തു. ബൈക്ക് യാത്രക്കാരനെ കാറിൽ വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കുകയും മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ ഈങ്ങാപ്പുഴ സ്വദേശികളായ ഷാമിൽ, ജംഷീർ എന്നിവർക്കെതിരെയാണ് കേസ്. വാഹനാപകടത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിനിടെ ബൈക്ക് യാത്രികനെ കാറിടിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് മുക്കം പോലീസ് കേസെടുത്തത്. ബൈക്കിൽ കാർ തട്ടിയതിനെ തുടർന്നുണ്ടായ തർക്കത്തിനിടയിൽ കാറിന് മുൻപിൽ നിന്ന ബൈക്ക് യാത്രികനെ ഇടിച്ച് 100 മീറ്ററോളം കൊണ്ടുപോവുകയും മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിലാണ് നടപടി. ഭാരതീയ ന്യായ സംഹിത 109, 118, 115, 126 വകുപ്പുകൾ പ്രകാരം ഈങ്ങാപ്പുഴ സ്വദേശി ഷാമിൽ, ജംഷീർ എന്നിവർക്കെതിരെയാണ് നടപടി. ബൈക്ക് യാത്രക്കാരൻ കാരശ്ശേരി ചോണാട് സ്വദേശി ഇബ്നു ഫിൻഷാദ് നൽകിയ പരാതിയെ തുടർന്നാണ് കേസെടുത്തത്. സുഹൃത്ത് ജംഷീറിനെ കാണാനായാണ് ഈങ്ങാപ്പുഴ സ്വദേശി ഷാമിൽ മുക്കത്തെത്തിയത്. അഭിലാഷ് ജംഗ്ഷനിൽ നിന്ന് കാർ യൂട്ടേൺ എടുക്കുന്നതിനിടെ ഇബ്നു ഫിൻഷാദ് സഞ്ചരിച്ച ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. ഇത് ചോദ്യം ചെയ്തതാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. കാറിന്റെ ബോണറ്റിൽ ഇരുന്ന ഇബ്നു ഫിൻഷാദിനെ വഹിച്ച് മീറ്ററുകളോളം കാർ സഞ്ചരിച്ചുവെന്നും ബ്രേക്കിട്ടപ്പോൾ റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നുവെന്നും ഇബ്നു ഫിൻഷാദ് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. പരിക്കേറ്റ ഇബ്നു ഫിൻഷാദിനെ നാട്ടുകാർ ചേർന്നാണ് മുക്കം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മുക്കം അഭിലാഷ് ജംഗ്ഷനിൽ ഞായറാഴ്ച വൈകിട്ട് 4:30യോടെയായിരുന്നു സംഭവം. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തായതോടെ മുക്കം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കാർ മുക്കം പോലീസ് പിടികൂടുകയും ചെയ്തു. കേസിൽ പ്രതികളായ ഇരുവരെയും താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, മുക്കം.